ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് വേഗത്തിൽ തന്നെ മുടി നരച്ചു പോകുക, അതായത് പ്രീമച്യൂർ ഗ്രേ. അത് മാത്രമല്ല, പ്രായം കൊണ്ടുണ്ടാവുന്ന നരയും ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കറുപ്പിക്കുന്നതെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് ആ ഒരു കളർ നിലനിൽക്കുകയും ചെയ്യും. അതും ഇൻസ്റ്റൻ്റ് ആയിട്ട് വിത്തിൻ മിനിറ്റ്സിൽ തന്നെ നമ്മുടെ ഈ ഒരു വെള്ളമുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ വീട്ടിൽ ഇതുപോലെ സാധാരണയായിട്ട് കത്തി തീരാറായ മെഴുകുതിരിയൊക്കെ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതിവ്. അതായത് അതിൻ്റെ അടിയിൽ നൂലും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. മാത്രമല്ല, അത് അലിഞ്ഞരിഞ്ഞ് ഒരുപാട് താഴത്തേക്ക് പോകുമ്പോൾ ഒരുപാട് പേര് അത് ഉപയോഗിക്കാറില്ല, വലിച്ചെറിയാറാണ് പതിവ്. ഇനി അങ്ങനെ അല്ല എങ്കിൽ കൂടെ ഇതുപോലെ തേഞ്ഞ് തീരാറായ മെഴുകുതിരി നമുക്കൊരു 1-2 എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അത് ഉരുകി വരുന്ന സമയത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഉരുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരുപാട് അങ്ങ് തീ കൊടുത്തു കഴിഞ്ഞാൽ അതും ചേർന്ന് കത്തിപ്പോകും. ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് മെഴുകുതിരി ഉരുക്കിയതിന് ശേഷം 2 വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഇടിച്ചെടുത്തിരിക്കുന്നത്. അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മേലെ തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു വെളുത്തുള്ളി ഇടിച്ചത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു വെളുത്തുള്ളി നന്നായിട്ട് ആ ഒരു ക്യാൻഡിലിൽ കിടന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ആ ഒരു റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് വിളക്കിലേക്ക് മാറ്റി കൊടുക്കുകയും വേണം. കാരണം റൂം ടെമ്പറേച്ചറിൽ കിടന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഉരുക്കിയ ക്യാൻഡിൽ സെറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു ചൂടോട് കൂടി ഇതുപോലെ വിളക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ചിരാതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു കോട്ടൺ തുരി വെച്ച് കൊടുക്കാം. കോട്ടൺ തിരി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കൂടി നമ്മൾ ഉരുക്കിയ ആ ഒരു ക്യാൻഡിൽ ഒഴിച്ചു കൊടുക്കാം. അന്നെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് സെറ്റായി കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു മെഴുകുതിരി ഉരുക്കിയത് വേറൊരു ചിരാതിലും കൂടെ ഞാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റായി കിട്ടണം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അതാണ് കർപ്പൂരം. ഞാനിവിടെ അത്യാവശ്യം ചെറിയൊരു കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി, നല്ലൊരു സ്മെല്ല് നമ്മുടെ വീട്ടിലുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ്. ആ കർപ്പൂരം ഇട്ടതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ആ ഒരു കോട്ടൺ തിരിയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കാരണം വിത്തിൻ മിനിറ്റ്സിൽ തന്നെ നമുക്ക് ആ ഒരു ക്യാൻഡിൽ ഉരുകിയത് സെറ്റായി കിട്ടും. പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് സമയമായപ്പോഴത്തേക്കും നമ്മുടെ ക്യാൻഡിൽ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. വൈകുന്നേര സമയത്ത് ഇതുപോലൊരു വിളക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ മാറി വരുന്ന കാലാവസ്ഥയാണ്, അതായത് പെട്ടെന്ന് മഴ, പെട്ടെന്ന് വെയിൽ എന്നിങ്ങനെയൊക്കെയുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കൊതുകിൻ്റെയും പൊടിച്ചകളുടെയും ശല്യം നമ്മുടെ വീട്ടിലൊക്കെ വളരെ രൂക്ഷമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കടയിൽ നിന്നും കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലൊരു വിളക്ക് നമ്മൾ കത്തിച്ചു വെക്കുകയാണെങ്കിൽ, അതും ഒറ്റ തവണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ സ്വിച്ച് ഇട്ട പോലെ നമ്മുടെ വീട്ടിലുള്ള കൊതുകുകളെയും ഈച്ചകളെയും ഇത് തുരത്തുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ, അതും ഉഴുന്നില്ലാണ്ട് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗൾ 1.25 ബൗൾ അളവിലേക്കാണ് കേട്ടോ റേഷൻ പച്ചരി എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിന് ശേഷമാണ് നമ്മളിത് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 1-1.5 മണിക്കൂർ നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഒരു 1.5 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പച്ചരിയും ഉലുവയും നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം. നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മിക്സിയുടെ ജാറിൽ തന്നെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ കുതിർത്ത പച്ചരിയും ഉലുവയും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റേഷൻ പുഴുങ്ങലരിയുടെ ചോറാണ്. അതായത് നിങ്ങൾ ഏത് ചോറാണോ ഉപയോഗിക്കുന്നത് അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ബൗൾ അളവിലേക്ക് ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1.25 ബൗൾ അളവിലേക്കാണ് പച്ചരി കുതിർത്തിരുന്നത്. അതിലേക്ക് ഒരു 1/4 ബൗൾ അളവിലേക്ക് ചോറും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുതിർത്ത ഒരു വെള്ളം തന്നെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസിയും ഇല്ലാണ്ട് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിൽ നമ്മൾ നല്ല കോഴ്സായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബാറ്റർ മാറ്റുന്നത് കുക്കറിലേക്കാണ്. ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടായതുകൊണ്ട് രാത്രിയാണ് ഞാനിത് അരച്ച് സെറ്റാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്യിലുള്ള ഗുഡ് ബാക്ടീരിയസ്, നമ്മുടെ മാവ്, ബേക്കിംഗ് സോഡ, ഈനോ, അതുപോലെ തന്നെ പഴയ മാവ്
മാവൊന്നും ഇല്ലാണ്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പുളിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമുക്ക് ഓവർനൈറ്റ് കുക്കർ ഒന്ന് മൂടിയിട്ട് വെക്കാം. രാവിലെ ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ പൊന്തി വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് അങ്ങ് പുളിച്ച് വരാനും പാടില്ല. ഈ ഒരു കറക്റ്റായിട്ടുള്ള പദത്തിൽ വേണം ഈ ഒരു മാവ് നമ്മൾ ഈ ഒരു ബാറ്റർ നമ്മൾ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അന്നെങ്കിൽ മാത്രമുള്ളൂ നമുക്കിത് ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായ ഉടനെ അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് 2 തവി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരു അര സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ആ ഒരു അപ്പത്തിൻ്റെ ചുറ്റിലും ഇതുപോലെ കുമിളകൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് മൂടിയിട്ട് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്, വെറും ഒരു സെക്കൻഡ് സമയത്തേക്ക്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചുറ്റിലും കുമിളകൾ വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ളൊരു അപ്പം തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു സമയത്ത് നമുക്ക് മൂടിയിട്ട് തന്നെ വേവിക്കാം. ജസ്റ്റ് ഒരു സെക്കൻഡ് സമയം കൊണ്ട് തന്നെ നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല ഹോൾസ് ഉള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അത്ര നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു മുട്ട ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ വെള്ളമുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ വെള്ള മാത്രം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റി, അതായത് അളവിനും നീളത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേറ ജെല്ലാണ്. അതൊരു 1/4 ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്ലാക്ക് ഹെന്നയാണ്. ഇത് നമ്മുടെ മുടി, അതും വെള്ളമുടി ഇൻസ്റ്റൻ്റായിട്ട് പ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കെമിക്കൽ ഇല്ലാതെ അമോണിയ ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ബ്ലാക്ക് ഹെന്നയാണ് ആയുർവേദിക് ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ബ്ലാക്ക് ഹെന്നയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ അളവിലേക്കാണ് ബ്ലാക്ക് ഹെന്ന ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ആ ഒരു മുട്ടയുടെ വെള്ളയുമായിട്ട് ഈ ഒരു ബ്ലാക്ക് ഹെന്ന നമുക്ക് യോജിപ്പിച്ചെടുക്കാം. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഡൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഡ്രൈ ആവുക, മുടി കൊഴിഞ്ഞു പോവുക, അതുപോലെ തന്നെ താരൻ ഉണ്ടാവുക എന്നുള്ളതൊക്കെ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെയർ ഡേ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഒരുപാട് പേർക്കൊരു സംശയം ഉണ്ടാകും, ഈ ഒരു ബ്ലാക്ക് ഹെന്ന ഡയറക്റ്റായിട്ട് നമ്മുടെ തലയിൽ തേച്ചാൽ തന്നെ നമ്മുടെ മുടി കറുക്കില്ലേ എന്നുള്ളത്. അത് തന്നെയാണ് ഞാൻ മുൻപേ പറഞ്ഞത്. നമ്മൾ ഡയറക്റ്റായിട്ട് ബ്ലാക്ക് ഹെന്ന നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് സെറ്റ് ആവില്ല. വല്ലാണ്ട് മുടി ഡ്രൈ ആവാനും മുടി പൊഴിഞ്ഞു പോകാനും താരൻ ഉണ്ടാവാനൊക്കെ അത് കാരണമാകും. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് മുട്ടയും അതുപോലെ തന്നെ അലോവേറ ജെല്ലും ചേർത്തിട്ടുള്ള ഒരു മിക്സിലാണ് നമ്മൾ ബ്ലാക്ക് ഹെന്ന മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ മുടിക്ക് കൂടുതൽ സംരക്ഷണം നൽകുകയും മുടി റൂട്ടിൽ നിന്ന് തന്നെ വേഗത്തിൽ കറുക്കാൻ വേണ്ടി സഹായിക്കുകയും ഒരുപാട് ദിവസത്തേക്ക് ആ ഒരു കളർ നിലനിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ബ്ലാക്ക് ഹെന്ന മുട്ടയും അലോവേറ ജെല്ലുമായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളമുടിയിൽ റൂട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം, അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു നാച്ചുറൽ ബ്ലാക്ക് കളർ തന്നെ കിട്ടിയിട്ടുണ്ടാകും. മാത്രമല്ല ആ ഒരു കളർ ഒരുപാട് ദിവസത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും ഇനി നിങ്ങൾ ഹെയർ ഡേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. മാത്രമല്ല ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഏത് ഹെയർ ഡേ ആണെങ്കിലും നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് മുടിയിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അലർജി പ്രശ്നമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.